ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നേതാക്കന്മാർ, നമ്മുടെ ചടങ്ങിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ സ്ഥാനാർത്ഥി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പൂജമാറിൽ ഒരു മരണവീട്ടിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അതിനു മുമ്പ് ഇവിടെ എത്തിച്ചേർന്നുള്ള ബഹുമാന്യനും ആരാധ്യനുമായ നിങ്ങൾ ഏവരും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ അറിയപ്പെടുന്ന നമ്മുടെ MP ശ്രീ അബ്ദുൽ സമദ് സമദാനി ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കലക്കൂട്ട നിയമസഭയിൽ നിന്ന് മത്സരിച്ച നമ്മുടെ പ്രിയപ്പെട്ട UDF സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ SS ലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുൻ DCCയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് കുഞ്ഞി, പ്രായാധിക്യമുണ്ടെങ്കിൽ നമ്മളൊക്കെ കാണാനും നമ്മളെ കേൾക്കാനും ഈ പ്രായാധിക്യ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഈ മുഹമ്മദ് കുഞ്ഞി അവർ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ KT കുഞ്ഞാണ് അവരുടെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ ശ്രീ NA ഗിരി നിയോജകമണ്ഡലം UDFന്റെ കൺവീനർ, അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ ഇസ്മായിൽ കൂട്ടാരം, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ വനിതാ ലീഗിന്റെ പ്രസിഡന്റ് KP ജസീമിയ അവരുടെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. TJDFന്റെ പ്രസിഡന്റ് ശ്രീ രാജഗോപാൽ, ശ്രീ ഷാജി, ശ്രീ നാണി, പിന്നെ ഒരുപാട് ആളുകൾ, ശ്രീ VP അബ്ദുൽ കരീം, അയ്യപ്പൻ അടക്കമുള്ള എല്ലാ പാലാളി വൈഭവ് അടക്കമുള്ള എല്ലാ നേതാക്കളെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ഈ ചടങ്ങിൽ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ SS ലാലിനെ ക്ഷണിച്ചുകൊണ്ടു. ചടങ്ങിന്റെ അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാം നമ്മുടെ നേതാക്കൾ നമ്മളോട് സംസാരിക്കും. ഇതിൽ ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട SS ലാലിനെ അദ്ദേഹത്തോട് സ്വാഗതം ചെയ്യും. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ മുണ്ടശ്ശേരി, ഇവിടെ ഏറ്റവും പ്രിയങ്കരനായ MP ശ്രീ അബ്ദുൽ സമദാനി, മറ്റ് കോൺഗ്രസ് നേതാക്കളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയതാണ്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് തീരുമാനിക്കുന്നില്ല. നമുക്ക് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ വടക്കൻ മലബാറിൽ വടക്കൻ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശ്രീ ആര്യാടനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലാലയിലുള്ളത് ആര്യാടനിലൂടെ, ശ്രീ ആര്യാടൻ മുഹമ്മദിലൂടെ ഞങ്ങളൊക്കെ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് 2 ദിവസമായിട്ട് വളരെയധികം സന്തോഷമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ സജീവമാണ്. നമ്മുടെ സ്ഥാനാർത്ഥി അപരിചിതനല്ല, ഇവിടെ ജീവിച്ചയാളാണ്. ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തെ പ്രതിനിധിക്കുന്ന ആര്യാടൻ ശ്രീ ആര്യാടൻ ഷൗക്കൽ അദ്ദേഹത്തെ UDF ഏറ്റെടുത്തിരിക്കുകയാണ്. UDFന്റെ എല്ലാ പാർട്ടികളും എല്ലാ ഘടകങ്ങളും ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. വളരെയധികം പ്രതീക്ഷയുണ്ട്. ഞങ്ങളൊക്കെ ടെലിവിഷൻ കാണുമ്പോൾ, തിരുവനന്തപുരത്തെ ടെലിവിഷൻ കാണുമ്പോൾ തോന്നുന്നു ഇവിടെ ഭയങ്കര മത്സരം നടക്കുകയാണ്. പല സ്ഥാനാർത്ഥികളും ടെലിവിഷന്റെ സ്ഥാനാർത്ഥികളാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് എത്രയോ കാലം മുന്നിൽ വളരെയധികം മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. ടെലിവിഷനിൽ കാണുന്ന അതൊക്കെ ഒരുപാട് കാപട്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മള് ശ്രീ സമദാനിയെ പോലെ ആളിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചാൽ അത് ഒരു പക്ഷേ തെറ്റായി പോയി. ഇങ്ങനെ തന്നെ ചില കാര്യങ്ങൾ പറയാതെ നിർത്തിയില്ല. ഞാൻ ഇന്നലെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു. ആരോഗ്യരംഗത്തെ പറ്റിയായിരുന്നു ടെലിവിഷൻ ചാനൽ. കേരളത്തെ ആലോചിച്ച് നോക്കണം. കേരളം എല്ലാ രംഗത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരു ഡോക്ടർ കൂടി ആയതുകൊണ്ട് എന്നോട് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പാർട്ടിക്കാർ വിളിക്കുന്നത് CPM-കാരോട് വിളിക്കുന്നത് ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാ യോഗങ്ങളിലും കേരളത്തിലെ ചെറുപ്പക്കാരോട് പറയുന്നത്, യുവാക്കളോട് പറയുന്നത്, ടൂവീലർ ഓടിക്കുന്ന പുരുഷനോടും സ്ത്രീയോടും പറയുന്നത് സൂക്ഷിക്കണമെന്നാണ്. അപകടം പറ്റിയാൽ കേരളത്തിൽ മരിച്ചു പോകുന്ന അവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് 2 മാസം മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകന് വേണ്ടിയിട്ട് വെന്റിലേറ്റർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആള് CPM-കാരനാണ്, SFI-കാരനാണ്, ഒരുമിച്ച് പഠിച്ചാണ്. അയാൾ പറഞ്ഞത്, കാരണം മുഖ്യമന്ത്രി പറഞ്ഞാൽ അവർക്ക് വെന്റിലേറ്റർ കൊടുക്കാൻ പറ്റിയിട്ടില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, വേറെ ഒരുപാട് മൂന്നാമത്തെ ഒരാളുകളാണ്. ആലോചിച്ച് നോക്കണം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ്, മന്ത്രിമാർക്കൊപ്പം വന്നാൽ പോകുന്ന മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ അത്യാവശ്യം. അവർ സ്വകാര്യ ആശുപത്രി അന്വേഷിച്ചപ്പോൾ 50,000 രൂപയാണ്. സ്വകാര്യ ആശുപത്രിയായിട്ട് കൊടുക്കാൻ പറ്റില്ല. അവർ മരണം സ്വയം തെരഞ്ഞെടുക്കുകയാണ്. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഏത് നാടിന്റെയും ആദ്യം ജീവിച്ചിരിക്കണമല്ലോ. ആരോഗ്യ വകുപ്പാണ് ഏറ്റവും മെച്ചപ്പെടുന്നത്, വിദ്യാഭ്യാസ വകുപ്പാണ് മെച്ചപ്പെടുന്നത്. ഇത് മുഴുവൻ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്ത്
മണ്ഡലം പ്രസിഡന്റിന്റെ എന്റെ സുഹൃത്തായ പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മകന് ഒരു റോഡ് അപകടത്തിൽ ബൈക്ക് അപകടത്തിൽ ഈ ഒടിയാത്ത എല്ലുകളില്ല. അപകടം നമ്മുടെ നാട്ടിലുള്ള സ്വാഭാവികമാണ്, സാധാരണമാണ്. ഉദരത്തിൽ ഉൾപ്പെടെ കുത്തിക്കെട്ടുകളുണ്ട്. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അടിയന്തര ചികിത്സ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 2-2.5 മണിക്കൂർ മൃതപ്രായമായ ഒരു ചെറുപ്പക്കാരൻ 23-കാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടിരിക്കണം. അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അയാൾക്ക് ജീവിച്ചിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികൾ ഡോക്ടർമാരെ പണം വേണം. ഒരു മണ്ഡലം പ്രസിഡന്റാണ് സാധാരണക്കാരൻ. ഇതുവരെ 30 ലക്ഷം രൂപ സഹകരണ ബാങ്ക് ലോൺ എടുത്തിരിക്കുകയാണ് മകനെ ചികിത്സിക്കുന്നത്. അത് തിരുവനന്തപുരത്തിന്റെ അവസ്ഥയില്ല. അപ്പൊ പിന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിനെ പറ്റി പറയാനുണ്ട്. കേരളത്തെ മുഴുവൻ തകർത്തു കഴിഞ്ഞു. നമ്മളെല്ലാവരും ഇപ്പൊ കോവിഡിന്റെ ഒക്കെ വീണ്ടും അവസ്ഥയൊക്കെ സംസാരിക്കുകയാണ്. ലോകം മുഴുവൻ കോവിഡ് കാരണം ബുദ്ധിമുട്ടി. എല്ലാ രാജ്യങ്ങളും തകർന്നു, എല്ലാ പഞ്ചായത്തുകളും തകർന്നു. കോവിഡ് കാരണം രക്ഷപ്പെട്ട ഒരൊറ്റ ആളുകൾ ലോകത്ത് പിണറായി വിജയൻ. ആ കോവിഡ്, ആ വൈറസ്, ലോകത്തെ മുഴുവൻ തകർത്ത വൈറസ് രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് കൂടി നമ്മൾ ആ വൈറസിനെ ഭയക്കണം, എതിർക്കണം. പിണറായി വിജയൻ നമ്മുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുപോലും കോവിഡ് കാരണം അത് UDF-നാണ് ബാധിച്ചത്. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, കേരളത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത ആളുണ്ട്. നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത 2-3 പേരേ ഉള്ളൂ. മുഖ്യമന്ത്രി, മകള്, മരുമകൻ, അവർക്കാണ്. പിന്നെ CPM നിങ്ങൾ നിസ്സാരമായി കാണരുത്. നമുക്ക് വെച്ച കെട്ടിടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, ലോൺ എടുക്കാൻ കഴിയുന്നില്ല, എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ ജീവിക്കുന്നതിന് 3 കിലോമീറ്റർ അപ്പുറത്ത് 9 നില കെട്ടിടമാണ് CPM കിട്ടിയിരിക്കുന്നത്. ഈ പണം എവിടുന്ന? കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോ തിരുവനന്തപുരത്തിന് ചെറിയ പാർട്ടിയാണ് ഇന്ത്യയിൽ. അവർ 9 നില കെട്ടിടത്തിന്റെ കിട്ടിയിരിക്കുക. ഈ പണം നമ്മുടെ പണമാണ്. ഒരു വികസനവുമില്ല. റോഡുകൾ ഉണ്ടായ റോഡുകൾ പോലും വിള്ളലുകളാണ്. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. പക്ഷെ CPM-ന്റെ കയ്യിൽ പൈസയാണ്. പണം വേണമെങ്കിൽ CPM-കാരനാകും. ഇത് വലിയ ദുരന്തമാണ്. അറിയാതെ വന്ന ഭരണം അത് കേരളത്തിൽ മുഴുവൻ തകർത്തിരിക്കുകയാണ്. ഇവിടെ നമ്മള് തീപ്പെട്ടി വാങ്ങിച്ചാലും മെഴുകുതിരി വാങ്ങിച്ചാലും കൊടുക്കുന്ന നികുതി പണം CPM ഓഫീസുകളിലേക്ക് എത്തുക, CPM വീടുകളിലേക്ക് എത്തുക. CPM ആയാൽ ജോലി. നമ്മുടെ ടാക്സ് നികുതി പണമാണ്. നാളത്തെ തലമുറയ്ക്ക് പഠിക്കാനും ചികിത്സിക്കാനുമുള്ള പണമാണ് ഈ പാർട്ടി അഭിനയിച്ചിരിക്കുന്നത്. വളരെ ദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തിനാണ് CPM വോട്ട് ചെയ്യേണ്ടത്? എന്തിനാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടത്? പിണറായി വിജയന് നല്ല ഭരണമാണ് കാണിക്കാനാണ്. ഇതൊരു കഷ്ടമാണ്. ഇവിടെ സ്ഥാനാർത്ഥിക്ക് പ്രാധാന്യമേ ഇല്ല. ഇടത് സ്ഥാനാർത്ഥിക്ക് ഏത് കുറവുമാൻ വന്നാലും സ്ഥാനാർത്ഥിക്ക് യാതൊരു പ്രാധാന്യമില്ല. കാരണം അയാൾക്ക് കുത്തുന്ന ഓരോ വോട്ടും പിണറായിക്ക് കൊടുക്കുന്ന പിന്തുണയായിരിക്കും. അതാണ് നമ്മൾ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഈ ദുരന്തം നമ്മളിവിടെ 4ാം വാർഷികം ആഘോഷിച്ചിരിക്കുക. ഞാൻ പലപ്പോഴും സംസാരിക്കപ്പെടാറ്. ആഘോഷിക്കുക നല്ല കാര്യമാണ്. നമ്മൾ 4ാം ചരമദിനം അല്ലെങ്കിൽ ദുരന്തമൊക്കെ നമ്മൾ ആചരിക്കുകയാണ്. പിണറായി വിജയൻ 4ാം വാർഷികം ആചരിക്കുകയാണ് വേണ്ടിയിരുന്നത്. അയാൾ ആഘോഷിക്കുകയാണ്. കേരളം മുഴുവൻ തകർന്നെടുക്കുമ്പോൾ ഒരു കാര്യത്തിൽ പുരോഗതിയില്ലാതെ ആകെ വികസനം CPM-കാരുടെ പോക്കറ്റ്, മുഖ്യമന്ത്രി വീട്ടില് അവരുടെ പോക്കറ്റ് മാത്രമാണ് വികസനം നടത്തിയിരിക്കുന്നത്. ഇതൊരു അവസരമാണ് കേരളത്തിൽ പ്രതിഷേധം കാണിക്കാൻ. നിലമ്പൂരുകാരെ ഞങ്ങൾ മുഴുവൻ പേര് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ഒരു തർക്കങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. UDF ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണ്. ഓരോ ആള് പോലും വോട്ട് ചെയ്യാതിരിക്കുന്നത്. ഞാൻ മത്സരിച്ച് തോറ്റ ആളാണ്. എനിക്കും പരാജയത്തിന് കാരണം കോവിഡ് ആയതുകൊണ്ട് പലരും ജലദോഷമായിട്ട് നമ്മുടെ UDF-കാർ പോകാത്തതുകൊണ്ടാണ്. വെന്റിലേറ്റർ കിടന്നാലും CPM-കാരെ പോകണം, ഓർക്കണം. അപ്പോൾ നമ്മൾ ജലദോഷം വോട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവൻ വോട്ടുകളും പോൾ ചെയ്തിരിക്കണം. മുഴുവൻ കേരളവും മുഴുവൻ രാജ്യത്തെയും കോൺഗ്രസ്സുകാരെയും ഈ തെരഞ്ഞെടുപ്പ് നോക്കിയിരിക്കാം. അതാണ് നിങ്ങളുടെ ഭാര്യ ഉത്തരവാദിത്വം. ഞങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലമ്പൂരിൽ വോട്ട് കുത്തുന്നത്. കോൺഗ്രസ്സുകാരുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ, UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സംഭാഷണം നീട്ടാത്തതിന് ശ്രീ സമുദായം വിജയിക്കുന്നതാണ്. നമ്മുടെ MLA ഒക്കെ എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാ ആശംസകളും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. എല്ലാ ആശംസകളും നേരുന്നു. സ്ഥാനാർത്ഥിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. UDF-ന്റെ എല്ലാ പ്രവർത്തകർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെരഞ്ഞെടുപ്പിന് അമരമ്പലം പഞ്ചായത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA മഹേഷ് അവരുകളെ ആദരവോട് സ്വാഗതം. ആദരണീയനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ നമ്മുടെ ഇന്നത്തെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ നമ്മുടെ MP സംദാനി സാഹിബ് അവരുകൾ, നമ്മുടെ ഒക്കെ പ്രിയങ്കരൻ
ഐക്യജനാധിപത്യത്തിനുള്ള പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പര്യടന പരിപാടി വലിയ ജനക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് കടന്നു വരുന്ന വഴികളിലൊക്കെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പുത്രനെ ഒരു നോക്ക് കാണുവാൻ, അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് കൂടുവാൻ, പുഞ്ചിരി കൊണ്ട് ക്ഷണിക്കുവാൻ ആബാലവൃദ്ധം ആളുകളും വഴിയരികളിൽ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് എത്തിച്ചേരാൻ പലപ്പോഴും സാധിക്കുന്നുമില്ല. കാലാവസ്ഥ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വഴിയരികളിൽ കാത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ടും കൈവീശിയും നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും ചേർത്ത് നിർത്തിയും വേണം സ്ഥാനാർത്ഥിക്ക് കടന്നു പോകുക. അതുകൊണ്ട് ഈ അവസരത്തിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് സ്ഥാനാർത്ഥിയുടെ നന്ദി പ്രസംഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പര്യടന സ്ഥലത്തേക്ക് യാത്ര തിരിക്കേണ്ടതുണ്ട്. വളരെ സന്തോഷം തോന്നുകയാണ്. വളരെ അടുക്കും ചിട്ടയുമായി അച്ചടക്കത്തോടുകൂടി ഒരു മനസ്സോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും മുഴുവൻ പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നിലമ്പൂരിന്റെ ഏത് കോണിലും ചെന്നാലും കാണുവാൻ സാധിക്കും. കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി ഈ രാഷ്ട്രീയ നെറുകേടിനെതിരായി വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട നമ്മുടെ MP അബ്ദുൽ സമുദാരി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. രാഷ്ട്രീയ കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, UDFന്റെ ബഹുമാന്യരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നിലമ്പൂരിലെ നാട്ടുകാരായ വോട്ടർമാരായ പ്രത്യേകിച്ച് അമരമ്പലം പഞ്ചായത്തിലെ ദേശവാസികളായ എന്റെ സഹോദരന്മാരെ, സഹോദരിമാർ, ഞാൻ നേതാക്കന്മാരുടെ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നില്ല. കാരണം സ്ഥാനാർത്ഥി പര്യടനം വളരെ കൃത്യമായിട്ട് നടക്കേണ്ടതാണ്. നമ്മൾ ഇന്നിവിടുന്ന് ആരംഭിക്കുകയാണ് ഈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി. ഒരു സ്ഥലത്ത് വൈകിയാൽ എല്ലാ സ്ഥലത്തും വൈകും. രാത്രി സമയപരിധിക്ക് മുമ്പ് തീർക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അത് നമ്മുടെ നാട്ടുകാർക്ക്, വോട്ടർമാർക്ക്, കാത്തു നിൽക്കുന്നവർക്ക്, നമുക്കൊക്കെ വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ 2-3 വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഉള്ളതാകട്ടെ UDFന്റെ സമുന്നതരായ നേതാക്കളാണ്. കേരളത്തിലെ UDFന്റെ, കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ, മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ലാലിനെ പോലുള്ള, പ്രിയപ്പെട്ട മഹേഷിനെ പോലുള്ള നേതാക്കൾ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. വളരെ ശക്തമായി കുറഞ്ഞ വാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിലമ്പൂരാകട്ടെ രാഷ്ട്രീയമായിട്ട് വളരെ പ്രബുദ്ധമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അല്ലാതെയും സ്വന്തമായ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നിലമ്പൂര്. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള വലിയ രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തന കളരി ഇവിടുന്നാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ജനപിന്തുണയാൽ ഉയർന്ന് പടർന്ന് വികസിച്ച് പോയത് എന്നെല്ലാം നമുക്കറിയാം. ആ രാഷ്ട്രീയ പാരമ്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് എനിക്ക് 1-2 വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്. ഇത് സംഗതി കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പും നമുക്ക് ദേശീയമായ മാനമുള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം UDFന് ഒരു ദേശീയ കാഴ്ചപ്പാടുണ്ട്. UDFന് ദേശീയ കാഴ്ചപ്പാടുള്ളൂ.
ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട്, ഇന്ത്യ ആഗ്രഹിക്കുന്ന മാറ്റം, എന്തെങ്കിലും ഒരു മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇന്ത്യ അലയൻസിനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസിനാണ്. ആ ഇന്ത്യ അലയൻസിന്റെ രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന പിന്തുണയാണ്, വോട്ടാണ് UDF-ന് ഇവിടെ നൽകുന്ന വോട്ട് എന്ന് നാട്ടുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏതവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നതെന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം എതിർപ്പുകളെ നേരിടുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്ന് ചിലർ പറയുമ്പോൾ കോൺഗ്രസ് ഇല്ലാത്ത, UDF ഇല്ലാത്ത കേരളം എന്നും ചിലർ പറയുന്നത്? ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവരുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇവിടെ വരുമ്പോ, കേരളത്തിലെത്തുമ്പോ അവർ കേരളത്തിൽ മറ്റു പല രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള സമവാക്യങ്ങൾ രൂപീകരിക്കുന്നതും ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസിനെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ് ആ രാഷ്ട്രീയം. ഇന്ത്യ അലയൻസ് ആയാലും കോൺഗ്രസ് ആയാലും അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യ അലയൻസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ആകമാനം എടുത്തു നോക്കിയാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തുള്ള ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ, ഇതാണ് നമ്മുടെ രാഷ്ട്രീയം. ആ സഹിഷ്ണുത, ആ മതേതരത്വം, ആ വികാസം, ആ മൈത്രി, മനുഷ്യന് ലഭിച്ചിരുന്ന ബഹുമാനം, ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല. എല്ലാവരും ദൈനംദിനം ആ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യം വളരെ വ്യക്തമാണ്. എന്നാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്നിറങ്ങിയത് ഇന്ത്യയിൽ, അന്ന് തുടങ്ങിയതാണ് ഇന്ത്യയുടെ ഇന്ന് കാണുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളുടെയും ആ ഒരു തുടക്കം അന്നാണ് തുടങ്ങിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സാമ്പത്തികമായിട്ട് അങ്ങനെയാണ്, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, സാമൂഹികമായിട്ട് അങ്ങനെയാണ്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഇതൊക്കെ ഓരോ ദിവസവും തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ യുവാക്കളുടെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി, തൊഴിലില്ലായ്മ വർദ്ധിച്ച രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് അങ്ങനെയാണ്. കച്ചവടം എല്ലാ സ്ഥലത്തും ദുരിതമാണ്. ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തിയിട്ടുള്ളതാണ്. ജനങ്ങളുടെ കയ്യിൽ കാശില്ല. നോട്ട് നിരോധനം, ഞാൻ ആ പഴയ കഥ പറയല്ല, ഇതൊക്കെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അതുകൊണ്ടൊന്ന് ഓർത്തു പോകുന്നു എന്ന് മാത്രം. നോട്ട് നിരോധനത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ കാലത്ത് കോൺഗ്രസിന്റെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന, ഈ രാജ്യം ഇന്നും ആഗ്രഹിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ആളാണ് ഞാൻ. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എപ്പോഴും ഓർക്കും, എഴുതി വെക്കേണ്ട വാക്കാണ്. നോട്ട് നിരോധനം ഒരു കുടുക്കാണ്, അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി ഞാനായിട്ട് ആലോചിച്ചിട്ട് കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും ഇന്ത്യ ഇന്ന് പുറത്തു കടന്നിട്ടില്ല. നോട്ട് നിരോധനം ഒരു കുടുക്കാണ്. ആ സാമ്പത്തിക കുടുക്ക് അവിടെ കിടക്കുകയാണ്. ഇതിൽ ആര് മോചിപ്പിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. കോൺഗ്രസിനെ കഴിയും. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസിനെ കഴിയും. ഇത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും ഇത് വളരെ നിർണായകമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിനും ഒരു സന്ദേശം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ എവിടെ ജയിക്കുമ്പോഴും ഇന്ത്യ അലയൻസും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നവരും ജയിച്ചാൽ മാത്രമേ അത് രാജ്യത്തിന് ഗുണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വോട്ട് കേരളത്തെ രക്ഷിക്കാനുള്ള വോട്ട് മാത്രമല്ല, ഇന്ത്യയിൽ രാഷ്ട്രീയ മാറ്റത്തിനുള്ള വോട്ടാണ്. അത് ആര്യാടൻ ഷൗക്കത്തിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിന്റെ കഥ നമുക്ക് നന്നായിട്ട് അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒക്കെ നഷ്ടങ്ങളാണ്. ജനങ്ങൾക്ക് നഷ്ടങ്ങളാണ്, കൃഷിക്ക് നഷ്ടമാണ്. ഞാനിവിടെ ഒറ്റക്കാര്യം പറയട്ടെ, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം, ഞാൻ പലപ്പോഴും അതിൽ ഇടപെടാൻ ശ്രമിക്കുന്ന പൊതുപ്രവർത്തകരിൽപ്പെട്ട ഒരാളാണ്. പാർലമെന്റിൽ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പലപ്പോഴും സംസാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പലപ്പോഴും എന്റേതായ പ്രത്യേക പരാമർശങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ള മാത്രമല്ല, മാനുഷികമായ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണത്.
ഈ രണ്ട് ഗവൺമെന്റുകൾക്കും എന്ത് ചെയ്യാൻ കഴിയും? കാട്ടാന വരുന്നു, ആക്രമിക്കുന്നു, മറ്റു വന്യമൃഗങ്ങൾ വരുന്നു, കൃഷി നശിപ്പിക്കുന്നു, കണ്ണീരാണ്. ഈ രണ്ട് ഗവൺമെന്റുകൾ വിചാരിച്ചാൽ ഈ കണ്ണീരിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ സാധിക്കും, ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. അതിന് ഡൽഹിയിൽ പോയാല് നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ആളില്ല. അവിടുത്തെ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ ചിലപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. തെരുവ് നായകളുടെ ആക്രമണം വരെ വർദ്ധിക്കുകയാണ് കേരളത്തിൽ. പാർലമെന്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വിഷയമാണ്. നിയമമാണ് പ്രശ്നം. ഇവർ നിയമമാറ്റം തയ്യാറല്ല. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് വീട്ടിന്റെ മുറ്റത്ത് വെച്ച് കുട്ടികൾ മരിച്ച സംഭവം കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. ഇടക്കാലത്തിൽ അറുതി വന്നിരുന്നു, പിന്നെയും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ വേദനകൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാവുന്ന രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഉണ്ടാവണം. അത് UDF-നെ കഴിയൂ. UDF വെറും രാഷ്ട്രീയ മുന്നണി മാത്രമല്ല, കേരളത്തിന് ഏറ്റവും യോജിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ഐക്യ ജനാധിപത്യ മുന്നണി. അതിന് മതേതരത്വമുണ്ട്, സൗഹൃദമുണ്ട്, സഹിഷ്ണുതയുണ്ട്. ആ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത്. സ്ഥാനാർത്ഥിയെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ ഒന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിലമ്പൂർക്കാർക്ക് ആര്യാടൻ ഷൗക്കത്തിനെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ളത്. അതിന്റെ സന്ദേശം ഇവിടം കൊണ്ട് നിൽക്കില്ല. ദേശീയ രാഷ്ട്രീയത്തിലേക്കും കോൺഗ്രസിന് എവിടെയൊക്കെ കരുത്തു കൊടുക്കാൻ കഴിയുമോ അവിടെയൊക്കെ കരുത്തു കൊടുക്കണം. ഒരു വോട്ട് കൊണ്ടെങ്കിൽ ഒരു വോട്ട് കൊണ്ട്, ഒരു വാക്ക് കൊണ്ടെങ്കിൽ ഒരു വാക്കുകൊണ്ട്. അത് രാജ്യം ആവശ്യപ്പെടുന്ന മാറ്റത്തിനുള്ള നമ്മുടെ പിന്തുണയാണ്, നമ്മുടെ സഹായമാണ്, സഹകരണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമരമ്പലം പഞ്ചായത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ ഒരു സഹോദരൻ തൊട്ടടുത്ത് നിര്യാണം പ്രാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ തുടർന്നാണ് ഇത് സ്ഥലം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ഞാൻ ആ നിര്യാണത്തിൽ അനുശോചിക്കുന്നു. സർവശക്തൻ അദ്ദേഹത്തിന് പരലോക ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായ സുപ്രഭാതം, കേരളം ആഗ്രഹിക്കുന്ന മാറ്റം, നിലമ്പൂരിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റം കേരളത്തിനും രാജ്യത്തിനും പുതിയ ഒരു സന്ദേശം നൽകുന്ന, പുതിയ ഒരു കാഹളം മുഴക്കുന്ന, മാറ്റത്തിന്റെ കാഹളം മുഴക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ കേരളക്കരയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട് ഈ കേരളക്കരയിൽ. അസംതൃപ്തരായിട്ടുള്ള കഷ്ടപ്പെട്ട ജനങ്ങൾ, രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്നവരുണ്ട്. തിരുവനന്തപുരത്തൊരു UDF സർക്കാർ അധികാരത്തിൽ വരണം. അത് കേരളത്തിന്റെ ആവശ്യമാണ്, നിലമ്പൂരിന്റെ ആവശ്യമാണ്. കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ, പാർശ്വവൽകൃതരുടെ, കഷ്ടപ്പെടുന്നവരുടെ ആവശ്യമാണ്. അതിനുള്ള നമ്മുടെ താങ്ങാണ്, നമ്മുടെ സഹായമാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ മഹത്തായ വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ആര്യാടൻ ബാബുട്ടിയെ ആദരവോടെ ക്ഷണിക്കുന്നു. നമുക്ക് എന്ത് കാര്യത്തിനും നിലമ്പൂരിൽ ഒരു വീടുണ്ട് നമുക്ക് കയറി ചെല്ലാൻ. ഞങ്ങളെല്ലാ കൺവെൻഷനുകളിലും പറയുന്ന കാര്യമാണ്, നിലമ്പൂരിൽ ഒരു വീടുണ്ട് നമുക്ക് കയറി ചെല്ലാൻ. ആ വീട്ടിൽ നിന്നാണ് ആര്യാടൻ ബാബുട്ടി വരുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കൈകളിലാണ്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ആര്യാടൻ ബാബുട്ടിയെ നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സ്ഥാനാർത്ഥി സംസാരിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തെ തോട്ടേക്കാട് പ്രദേശത്തുള്ള ആളുകൾ ഹാരാർപ്പണം നടത്തുകയാണ്. അതിനുവേണ്ടി ഈ പ്രദേശത്തെ ഏറ്റവും പ്രായമേറിയ ശ്രീമതി കുഞ്ഞിലക്ഷ്മി അമ്മയെ അതിനുവേണ്ടി ആദ്യത്തെ ഹാരാർപ്പണം കുറിച്ചെടുക്കുകയാണ്. ഫ്രണ്ടിലേക്ക്
അടുത്തതായി നമ്മുടെ ബൂത്തിന്റെ ചെയർമാൻ ഇ വിശ്വനാഥൻ സ്ഥാനാർത്ഥിയെ ഹരാർപ്പണം അറിയിക്കുന്നു. അത് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനുവേണ്ടി ബാബു പൊടിയാടൻ. ബാബു പൊടിയാടൻ. മാനുവൽ ഓണാട്ട് കോൺഗ്രസിന്റെ കാരണവർ മാനുവൽ ഓണാട്ട് മാനുവേട്ടൻ പയ്യെന്ന് കൊടുക്കണം. ജോയ് ഉടൻകുഴിയിൽ ബിന്ദു ടോണി വത്സ തോമസ് ബിന്ദു പേര് പറയുന്നാലേ വിളിക്കുമ്പോ പോയാൽ മതി. ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് അയ്യപ്പൻ. MT ഹുസൈൻ. ഹലീം മാസ്റ്റർ. രക്തകുമാർ. ഇനി ആരെങ്കിലും നമ്മുടെ ബഹുമാന്യനായ സ്ഥാനാർത്ഥിയെ ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ DCCയുടെ പ്രസിഡന്റുമായ ശ്രീ മുഹമ്മദ് കുഞ്ഞി അവர்கள் ആരാർപ്പണം നടത്തി. അദ്ദേഹം ചികിത്സയിലാണ്, പ്രയാസത്തിലാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കണ്ട് നമ്മളെയൊക്കെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാൻ അഷറഫ് മുണ്ടശ്ശേരി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയെ ആരോപണം ചെയ്തു. തെരഞ്ഞെടുപ്പ് കൺവീനർ ശ്രീ ക്യാമ്പിൽ രവി ബഹുമാന്യനായ സ്ഥാനാർത്ഥിയെ ആരോപണം ചെയ്തു. തോട്ടേക്കാട്ടിലെ ശ്രീ മാനുക്ക സ്ഥാനാർത്ഥിയെ ആരാർപ്പണം ചെയ്തു. മാനാക്കവിടെ തലമുതിർന്ന UDF നേതാവ് തുടർന്ന് സന്ധ്യ ആരാർപ്പണം ചെയ്തു. സന്ധ്യ കോൺഗ്രസിന്റെ മുൻ മണ്ഡല പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീ VP കുഞ്ഞാണി കർഷക കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ ഗോപ, മുസ്ലിം ലീഗിന്റെ മഹിളാ സംഘടനയ്ക്ക് വേണ്ടി ബഹുമാനിയായ ശ്രീമതി ജെച്ചിബി, ദളിത് കോൺഗ്രസിന് വേണ്ടി സുമേഷ് ആരാർപ്പണം, മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശോഭന, സുജാത മഹിളാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി. YCCക്ക് വേണ്ടി ആസാദ് ആരാധന,
ശിവദാസ്, ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രതി ശിവദാസ്, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി. ചുമട്ടുതൊഴിലാളി സംഘടനയ്ക്ക് വേണ്ടി ശ്രീ പ്രസിഡന്റ് ശ്രീ റഹീം, കുഞ്ഞൻ നരിവേൽ ശ്രീ റഹീം, OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എൻ ഹുസൈൻ. സ്ഥാനാർത്ഥി കോട്ടപ്പള്ളി സംസ്ഥാനം. അധ്യക്ഷൻ ശ്രീ മുണ്ടശ്ശേരി അഷ്റഫ് ഈ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ എഴുത്തുകാരനും പ്രഭാഷകനും രാജ്യമറിയപ്പെടുന്ന പ്രഭാഷകനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് അബ്ദുൽ സമദ് സമദാനി MP, വേദിയിലിരിക്കുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കുന്ന ഇതിന്റെ നേതൃത്വം നൽകുന്ന ശ്രീ AP അനിൽകുമാർ, ഈ പഞ്ചായത്തിന് ചുമതല വഹിക്കുന്ന പരാജയത്തിൽ നിന്ന് ഒരു വിജയത്തിന്റെ കൊടുമുടി കാണിച്ചു തന്ന CR മഹേഷ്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ആദരണീയരായ ഡോക്ടർ ലാൽ, നമ്മുടെ മുഹമ്മദ് ഉഞ്ഞാക്ക എത്തിയിട്ടുണ്ട്. ഏറെ അനാരോഗ്യമുണ്ടായിട്ടും നമ്മുടെ NA കരീം, അതുപോലെ തന്നെയുള്ള മറ്റു നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട കുഞ്ഞാണിയാക്ക, അതുപോലെ തന്നെ ജൽസീമിയ, നമ്മുടെ നാണിയാക്ക അടക്കം വിവിധ കേരള കോൺഗ്രസിന്റെ മറ്റു പ്രതിനിധികൾ എല്ലാവരും വേദിയിലുണ്ട്. UDFന്റെ മുഴുവൻ എല്ലാവരെയും ഈ പരിപാടിക്ക് വന്നതെല്ലാം അഭിനന്ദിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. എനിക്കൊരൊറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ്. ഈ മണ്ണിലാണ് എന്റെ കർമ്മരംഗം. നിലമ്പൂരിൽ നിന്ന് എങ്ങോട്ടും ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകാനും കഴിയില്ല. അന്ത്യശ്വാസം വരെ ഈ നിലമ്പൂരിന്റെ മണ്ണിൽ തന്നെ ഉണ്ടാവും. എന്റെ ഒടുക്കവും അന്ത്യവും ഒക്കെ നിലമ്പൂര്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിന് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് ആരുടെ മുന്നിലും തല കുനിക്കേണ്ട ഒരവസ്ഥാവിശേഷം ഞാൻ ഉണ്ടാക്കിയില്ല. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങളെ പാതി വഴിയിലിട്ട് പോകാൻ ഞാനില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്റെ പിതാവിനെ 34 വർഷക്കാലം നിങ്ങൾ ജനപ്രതിനിധിയാക്കി. നീണ്ട 34 വർഷം നിങ്ങൾ അദ്ദേഹത്തെ ചേർത്തു പിടിച്ചു, സ്നേഹിച്ചു. അതിനു മുൻപും ദീർഘകാലം അദ്ദേഹം ഈ നാട്ടിൽ പ്രവർത്തിച്ചു, ഒരുമിച്ച് പ്രവർത്തിച്ചു. ഈ നാട്ടിലൊട്ടേറെ, ഈ നാടിനെ, ഒരു ഗ്രാമങ്ങളെ എല്ലാം കൂടി ഒരു നിലമ്പൂരാക്കി മാറ്റി. അതുപോലെ നമുക്ക് അതിനൊരു തുടർച്ച നമുക്കുണ്ടാവണം. പക്ഷേ 2016 മുതൽ നമുക്ക് ആ തുടർച്ചയുണ്ടായില്ല. കാട്ടുമൃഗശല്യവും പ്രകൃതിക്ഷോഭവും ഒക്കെ അന്നുമുണ്ട്. അക്കാലത്തുണ്ടായിരുന്നുവെങ്കിലും അന്നൊക്കെ അതിന് പ്രതിവിധി ഉണ്ടായിരുന്നു, അതിന് പരിഹാരമുണ്ടായിരുന്നു. ഇന്ന് ഇതിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം നൽകാൻ ഇന്ന് സർക്കാരിന് കഴിയുന്നില്ല എന്ന ഏറ്റവും വലിയ ദുസ്ഥിതി നിലമ്പൂരിലുണ്ട്. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം, എനിക്ക് നൽകുന്ന വാത്സല്യം, നിങ്ങൾ എന്റെ പിതാവിന് നൽകിയ സ്നേഹം, നിങ്ങൾ എന്റെ പിതാവിന് നൽകിയ വാത്സല്യം, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ ഒരു കൊച്ചനുജനായി, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി നിങ്ങൾ എന്നെ കാണുക. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എന്നും എപ്പോഴും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല. പല വാഗ്ദാനങ്ങളും 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ പറഞ്ഞു. പക്ഷെ 9 വർഷം കൊണ്ട് നിലമ്പൂരിനെ എന്താക്കി എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഞാനതുകൊണ്ട് വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുന്നില്ല. ഒരു വാഗ്ദാനം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ ഒരു മകനായി, അനുജനായി, ജ്യേഷ്ഠ സഹോദരനായി
എന്നും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആര്യാടൻ ചൗക്കത്തുണ്ടാവും എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു വാക്ക്. അതിൽ യാതൊരു തർക്കവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ട 9 വർഷം നമുക്ക് തിരിച്ചു പിടിക്കണം. നിലമ്പൂരിന്റെ വികസന കാര്യങ്ങൾ തിരിച്ചു പിടിക്കണം. എന്നും മനുഷ്യന്റെ ജീവനേക്കാൾ മൃഗങ്ങളുടെ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുക. ഇവിടെ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകർ, ഈ നാട്ടിലേക്ക് കടന്നു വന്ന ആളുകൾ, ഈ മണ്ണിൽ തന്നെ അവർ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി അവർ ഈ മണ്ണിനെ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ കാണിച്ചു തന്ന മലയോര കർഷകർ, അവരെ അധ്വാനിച്ച വിയർപ്പൊഴുക്കിയ മണ്ണിൽ അവർ പിടഞ്ഞു വീണ് മരിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവുക. നമ്മളൊക്കെ ആരോടാണ് പരാതി പറയേണ്ടത് എന്ന് പോലും നമുക്കറിയാത്തൊരവസ്ഥാവിശേഷം. അനാഥമായൊരു നിലമ്പൂർ. നമുക്ക് UDF-ന്റെ ഭരണകാലത്ത് ഇതായിരുന്നില്ല. നമുക്ക് പറയാൻ, കേൾക്കാൻ, പരിഹാരമുണ്ടാക്കാൻ, പ്രതിവിധി ഉണ്ടാക്കാൻ നമുക്ക് ആളുകൾ ഉണ്ടായിരുന്നു. ആ ഒരു കാലത്തേക്ക് നമുക്ക് തിരിച്ചു വരണം. 9 വർഷത്തെ ഈ LDF-ന്റെ ഭരണത്തിൽ അതിന്റെ ദുസ്ഥിതിയും ദുർവിധിയും അനുഭവിക്കുന്ന ജനങ്ങൾ, അതിനെ ഇന്ന് നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നമുക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ജനവിധി നമ്മളെ സഹായിക്കും. അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം. ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി, ഒരു നല്ല നിലമ്പൂർ, പഴയ നിലമ്പൂർ, അതിന്റെ പിന്തുടർച്ചയുണ്ടാവാൻ, വികസന പദ്ധതികളുടെ പിന്തുടർച്ചയുണ്ടാവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അടയാളമായ കൈപ്പത്തിയിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട PK ഫിറോസ് വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒക്കെയാണ് യാത്രകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. എല്ലാവരും ഉണ്ട്. അവരൊക്കെ വന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും വോട്ടും മാത്രമല്ല നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും കൂടി എനിക്കുണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാക്കപ്പോലെയാണ് പരമാവധി ആളുകൾ അങ്ങോട്ട് എത്തിച്ചേരാൻ കുറിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബൈക്കുകളുടെ ശ്രദ്ധയ്ക്ക് സ്ഥാനാർത്ഥിയുടെ ഓപ്പൺ വാഹനത്തിന് ശേഷം DJയുമായി ഈ വാഹനം ഉണ്ടാകും. അതിന്റെ പിറകിലാണ് മുഴുവൻ ബൈക്കുകളും അണിനിരക്കേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കോൺഗ്രസ് ആയി പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ ജീവിക്കാൻ, മക്കളോട് തലചായ്ച്ചുറങ്ങാൻ ഒരു വീട് നിഷേധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രൂര മനസ്സിന് വെല്ലുവിളിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റി മംഗലക്കോടതിയിലേക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകി. ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. രാഹുൽ ഗാന്ധി MP ആണ് ആ വീടിന്റെ നിർമ്മാണം നിർമ്മിച്ചത്. മംഗലക്കോടതിയിൽ എവിടെ എത്തിയിട്ടുണ്ട്? മംഗലക്കോടതിയിലെ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയെ സഹായം